നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹൈവാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ സ്വപ്നിലിനോടുള്ള തമാശ കലർന്ന സംസാരത്തിന്റെ പേരിൽ ഞാൻ അസ്വസ്ഥയായിരുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കും സ്വപ്നിലിന്റെ മാപ്പ് അപേക്ഷ, പ്രണയത്തെക്കുറിച്ചുള്ള എന്റെ മനസ്സിലെ ദാർശനികമായ നിർവചനം, ആഡംബരത്തെക്കുറിച്ചുള്ള പപ്പയുടെ ആശങ്ക, സ്വപ്നിലിന്റെ കുടുംബം ഇന്ത്യയിലെത്തിയ ശേഷം ലഭിച്ച ആദ്യത്തെ കുടുംബ നിർദ്ദേശം, തെറ്റിദ്ധാരണയും പ്രണയത്തിന്റെ നിർവചനവും. അനുനയിപ്പിക്കൽ. എന്റെ രൂക്ഷമായ പ്രതികരണത്തിൽ സ്വപ്നിൽ ഉടൻ തന്നെ സംയമനം പാലിക്കുകയും തന്റെ തെറ്റ് സമ്മതിക്കുകയും ചെയ്തു. ആളുകൾ തന്നെ അന്ധൻ എന്ന് വിളിക്കുകയാണെന്നാണ് അവൻ കരുതിയത്. എന്നെ പരിഹസിക്കുന്ന തരംതാണ ഭർത്താവല്ല അവനെന്നെനിക്ക് മനസ്സിലായി. പ്രണയദർശനം. ഒരു സന്തുഷ്ടിയായ ഭാര്യയാകാൻ ഞാൻ സ്വപ്നിലിനെ എന്നേക്കാളും അധികമായി സ്നേഹിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രണയത്തിന് ഞാൻ ഒരു പുതിയ നിർവചനം നൽകി. പ്രണയം ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് അനുഭവപ്പെടുന്ന ഒരു അദൃശ്യ അനുഭൂതി ആണ്. ജന്മങ്ങളുടെ ബന്ധം. സ്വപ്നിലിന്റെയും എന്റെയും ശരീരത്തിൽ രണ്ട് വ്യത്യസ്ത ആത്മാക്കളുണ്ടെന്നും ഞങ്ങളിലെ പ്രണയ പാരമ്പര്യം ജന്മജന്മാന്തരങ്ങളായി നിലനിൽക്കുന്നതാണെന്നും എനിക്ക് തോന്നി. എന്റെ അമേരിക്കൻ യാത്രയ്ക്ക് വിധാതാവ് തന്നെ വഴിയൊരുക്കിയതായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ നിമിഷം. ഇപ്പോൾ ഞങ്ങളുടെ ആത്മാക്കൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നിമിഷം അടുത്തു വന്നിരിക്കുന്നു. അവിടെ ഞങ്ങളുടെ ശരീരങ്ങളും ഒന്നാകാൻ പോകുന്നു. ആഡംബരത്തെക്കുറിച്ചുള്ള ചർച്ച. പപ്പയുടെ ആശങ്ക. പിറ്റേ ദിവസം പപ്പ എന്റെ വിവാഹ ക്ഷണക്കത്ത് നോക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വിവാഹത്തിലെ ഇത്തരം ആഡംബരങ്ങൾ വെറും ദൂർത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബോക്സിന് ഏകദേശം 2500 രൂപ വില വരും. ധനികരുടെ ആഡംബരങ്ങളെ അനുകരിക്കുന്നതിനിടയിൽ ഇടത്തരക്കാരായ പിതാക്കന്മാർ തകർന്നുപോകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അമ്മയുടെ പക്ഷം. ഞാൻ മാമിന്റെ പക്ഷം ചേർന്ന് സംസാരിച്ചു. ധനികരുടെ ഇത്തരം ചെലവഴിക്കുന്ന പ്രവണതയിലൂടെയാണ് മറ്റുള്ളവരുടെ അനേകം ബിസിനസ്സുകൾ നടന്നുപോകുന്നത്. അവർക്ക് വിരുദ്ധമായി സംസാരിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പരിഹാരം നൽകാനാണ് ശ്രമിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു. വൈകാരിക സ്മരണ. പപ്പ അത് ആത്മപരിശോധനയോടെ അംഗീകരിച്ചു. ഞങ്ങൾ രണ്ടുപേരും പരേതരായ അമ്മയെയും ചേട്ടനെയും ഓർത്തു. ഇത്രയും അന്തസ്സുള്ള ഒരു കുടുംബത്തിലേക്ക് ഞാൻ വിവാഹം കഴിച്ചു പോകുന്നത് കണ്ട് അവർ എത്രമാത്രം അഭിമാനിക്കുമായിരുന്നു. കുടുംബത്തിന്റെ ആദ്യ നിർദ്ദേശം. വരവ്. സ്വപ്നിൽ അവന്റെ മമ്മി ഡാഡി, എന്റെ ഭാവി അമ്മായിയമ്മയും അമ്മായിയപ്പനും എന്നിവരോടൊപ്പം അൽക്കമാമിന്റെ വീട്ടിലെത്തി. രാശിയിൽ പരാതി നേരെ ജലന്ധറിലേക്കാണ് പോയത്. കുടുംബ കൽപ്പന. സ്വപ്നിൽ എന്നെ വിളിച്ചു പറഞ്ഞു, വാണി, ബാബിയുടെ വീട്ടുകാർ തങ്ങളുടെ മകളുടെയും മരുമകന്റെയും കൊച്ചുമകളുടെയും ആദ്യ സന്ദർശനത്തോടനുബന്ധിച്ച് ഒരു വലിയ ചടങ്ങ് ഒരുക്കുന്നുണ്ട്. ബാബി നമ്മളോട് എല്ലാവരോടും നിർബന്ധമായും അതിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വപ്നിലിന്റെ കുടുംബം മുഴുവൻ എന്റെ നഗരത്തിലുണ്ട്. ഞാൻ ആ വലിയ ചടങ്ങിൽ അവരോടൊപ്പം പോകുമോ? ജലന്ധറിൽ സ്വപ്നിലിനും എനിക്കും ഒരുമിച്ച് ചെലവഴിക്കാൻ അവസരം ലഭിക്കുമോ? പ്രണയത്തിന്റെ ദാർശനിക യാത്ര. കുടുംബ മൂല്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച. രാശീലിന്റെ ആദ്യ നിർദ്ദേശം. പ്രേം അൻമോൾ ഹോദ ഹൈവാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 68. പ്രണയത്തിന്റെ ദാർശനിക നിർവചനം, ആഡംബരത്തെക്കുറിച്ചുള്ള തർക്കം, കുടുംബത്തിന്റെ ആദ്യ നിർദ്ദേശം. അയ്യോ അയ്യോ വാണി, നീ തെറ്റായ രീതിയിലാണ് ചിന്തിക്കുന്നത്. നിന്നെ അന്ധ എന്ന് വിളിക്കുന്നവൻ തന്നെ അന്ധനാണ്. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല, സ്വപ്നിൽ അനുനയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ അർത്ഥം അതല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എനിക്ക് വിശദീകരണം വേണം. ആളുകൾ എന്നെ അന്ധൻ എന്ന് വിളിക്കുന്നു എന്നാണ് ഞാൻ കരുതിയത്. ഇത്രയും യോഗ്യയായ ഒരു മകളെ, സഹോദരിയെ ഏത് അന്ധനാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അറിയാതെ ഞാൻ നിന്റെ മനം നൊമ്പരപ്പെടുത്തി. എന്നോട് ക്ഷമിക്കൂ, സ്വപ്നിൽ യാചനയോടെ പറഞ്ഞു. എങ്കിൽ ഇത് എന്നെ കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. നിന്നെപ്പോലെ യോഗ്യനായ ഒരാളെ ആരെങ്കിലും കളവാണെങ്കിൽ പോലും മോശമായി പറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, തന്റെ ഭാര്യയെ ആരെങ്കിലും പരിഹസിക്കുമ്പോൾ സന്തോഷിക്കുന്ന തരംതാണ ഒരാളല്ല സ്വപ്നിലെന്ന്. ശരി, ഇതിന്റെ പേരിൽ നീയും എന്നോട് ക്ഷമിക്കൂ. നിന്നെ സങ്കടപ്പെടുത്താനല്ല ഞാൻ വിളിച്ചത്. മമ്മി, പപ്പ, ഏട്ടൻ, ബാബി എന്നിവരോടൊപ്പം ഞാൻ 4 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെത്തും എന്ന് പറയാൻ വിളിച്ചതാണ്. സ്വപ്നിൽ തന്റെ തെറ്റുകളെല്ലാം സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, കൊള്ളാമല്ലോ. അതിന്റെ അർത്ഥം ഈ തവണ എനിക്ക് രാശീലിനോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കുമെന്നാണ്. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. ബാബി ഒരാഴ്ചത്തേക്ക് ജലന്ധറിലേക്ക് പോകും. അവർ സ്വന്തം വീട് വിട്ടുപോയിട്ട് കുറെ കാലമായി. തന്റെ വീട്ടുകാർക്കിടയിൽ കുറച്ചുകാലം നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു, സ്വപ്നിൽ അറിയിച്ചു. അത് ശരിയായ കാര്യമാണല്ലോ. രാശീലിന്റെ വികാരങ്ങൾ എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സംസാരം അവസാനിച്ചു. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, സ്വപ്നിലിനെ നിസ്സാരമായി കാണുന്നത് ഞാൻ നിർത്തണം. അവൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നോക്കൂ. എല്ലായിടത്തും എല്ലായ്പ്പോഴും അവൻ എന്നേക്കാൾ താഴെ നിൽക്കാൻ ശ്രമിക്കുന്നു. താൻ എന്നേക്കാൾ ബുദ്ധിമാനാണ് എന്ന് കാണിക്കാൻ അവൻ ഒരിക്കലും ശ്രമിക്കാറില്ല. സ്വപ്നിലിനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും സംയമനം പാലിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു.
ഒരു സന്തുഷ്ടിയായ ഭാര്യയാകാൻ സ്വപ്നിലിനെ എന്നേക്കാൾ യോഗ്യനായും ബുദ്ധിമാനായും ഞാൻ അംഗീകരിക്കണം. സത്യവും അത് തന്നെയാണല്ലോ. സന്തുഷ്ടിയായ ഭാര്യയാകാൻ ഞാൻ സ്വപ്നിലിനെ എന്നേക്കാളും അധികമായി സ്നേഹിക്കണം. എന്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അൽക്കമാം, പരാഗ്, സ്വപ്നിൽ എന്നിവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം ഞാൻ ഓർത്തു. അപ്പോൾ എന്റെ മനസ്സിൽ വിചിത്രമായ ചിന്തകളുടെ ഒരു ശൃംഖല തന്നെ രൂപപ്പെട്ടു. അൽക്കമാമിന്റെ പ്രണയം എന്റെ പപ്പ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അവരുടെ പ്രണയം അത്രത്തോളം നിസ്വാർത്ഥമായിരുന്നു. മാം മറ്റൊരാളെ വിവാഹം കഴിക്കാതെ തന്നെ ജീവിതം ചിലവഴിച്ചു. പരാഗ് 13 വയസ്സ് മുതൽ രാശീലിനെ സ്നേഹിച്ചു. പക്ഷേ അവൾക്ക് വിവാഹമോചനം ലഭിച്ച ശേഷമാണ് അവൻ അവളെ ലഭിച്ചത്. എങ്കിലും പരാഗ് അവളെ വിവാഹം കഴിച്ചു. എന്നെ സ്നേഹിക്കുന്ന സ്വപ്നിൽ മറ്റു പെൺകുട്ടികളുമായി ശാരീരിക ബന്ധമുണ്ടായിരുന്നിട്ടും അവൻ അവരെ പ്രണയിച്ചില്ല. അവൻ എന്നെ പ്രണയിക്കാൻ തുടങ്ങി. എന്നിട്ടും ശാരീരിക ബന്ധത്തിനായി വിവാഹം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ അവൻ കാണിച്ചു. ഞാൻ എന്റെ പപ്പയെ ഓർത്തു. തന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹം വിവാഹം കഴിച്ച പെൺകുട്ടിയെ എന്റെ അമ്മ വിവാഹശേഷം എത്രത്തോളം സ്നേഹിച്ചു എന്ന് വെച്ചാൽ അവർ പോയ ശേഷം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചതേയില്ല. യഥാർത്ഥത്തിൽ പ്രണയം എത്ര തരത്തിലുണ്ട്? എത്ര രീതിയിലാണ് പ്രണയം അതിന്റെ അസ്തിത്വം തെളിയിക്കുന്നത്? ഈ ചോദ്യങ്ങൾ മനസ്സിൽ വന്നതോടെ പ്രണയത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിലായി എന്റെ ശ്രദ്ധ. പ്രണയം ശാരീരിക ബന്ധത്തിൽ നിന്നല്ല തുടങ്ങുന്നത്. പ്രണയം ശാരീരിക ബന്ധത്തിലേക്ക് എത്തണമെന്നത് നിർബന്ധവുമല്ല. സാധാരണയായി പ്രണയത്തിൽ ശാരീരിക ബന്ധമുണ്ടാകുന്നത് കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ്. എന്റെ അനുഭവത്തിൽ നിന്ന് പ്രണയത്തെ നിർവചിക്കാൻ ഞാൻ ആഗ്രഹിച്ചാൽ ഞാനത് എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഏതൊരു ജീവിക്കും പ്രണയം ബാഹ്യമാധ്യമങ്ങളിലൂടെയാണ് അനുഭവപ്പെടുന്നത്. ഈ മാധ്യമങ്ങൾ ശരീരം, കേൾവി, ഗന്ധം അല്ലെങ്കിൽ രുചി എന്നിവയാകാം. എങ്കിലും പ്രണയം എന്നാൽ യഥാർത്ഥത്തിൽ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് അനുഭവപ്പെടുന്ന ഒരു അദൃശ്യ അനുഭൂതിയുടെ പേരാണ്. ഒരാൾക്ക് മറ്റൊരാളോട് ഈ അനുഭൂതി തോന്നുമ്പോൾ ഏതെങ്കിലും ഒരു ശരീരത്തിൽ ആത്മാവ് ഉണ്ടാവുക എന്നത് നിർബന്ധമാണ്. ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് അനുഭവപ്പെടുന്ന പ്രണയം ശരീരങ്ങളുടെ അഭാവത്തിൽ പ്രകടിപ്പിക്കാനാവില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ശാരീരിക ബന്ധത്തിലേക്ക് എത്തുന്നത്. അതേസമയം ഭാരതീയ സംസ്കാരത്തിൽ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രണയം വെറും ആത്മാവിന്റെ അനുഭൂതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. ചൂടിൽ വലയുന്ന ഭൂമിക്ക് മഴത്തുള്ളികൾ കുളിർമ നൽകുന്നതുപോലെ വലയുന്ന ശരീരത്തിന് മറ്റൊരു ശരീരം സ്നേഹത്തോടെ നൽകുന്ന സ്പർശനത്തിലൂടെ ലഭിക്കുന്ന സുഖം ആത്മാവിലേക്ക് ഒരു അദൃശ്യ അനുഭൂതിയായി എത്തുന്നു. ശാരീരിക ബന്ധം ഇതിന്റെ പരമകാഷ്ഠയാണ്. ശാരീരിക ബന്ധം നിശ്ചിതമായ ഇടങ്ങളിൽ പ്രണയത്തിന്റെ സുഖം നോട്ടത്തിലൂടെയും സംസാരത്തിലൂടെയും മാത്രം അനുഭവിക്കപ്പെടുന്നു. പ്രണയത്തെ എന്റെ ചിന്തകളിൽ നിർവചിച്ച ശേഷം പ്രണയം സ്വപ്നിലിന്റെയും എന്റെയും ഇടയിൽ കേന്ദ്രീകരിച്ചു. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. സ്വപ്നിലിന്റെയും എന്റെയും ശരീരത്തിൽ 2 വ്യത്യസ്ത ആത്മാക്കളാണുള്ളത്. ഞങ്ങളിലെ പ്രണയ പാരമ്പര്യം ഒരുപക്ഷെ ജന്മജന്മാന്തരങ്ങളായി നിലനിൽക്കുന്നതാവാം. ഞങ്ങളുടെ ആത്മാക്കൾ ഈ ജന്മത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദൂര രാജ്യങ്ങളിലെത്തിയിരുന്നു. രാശിയിൽ എന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്റെ ആത്മാവിന് എന്റെ ആത്മാവിന് നേരത്തെ പരിചയമുണ്ടെന്ന് സ്വപ്നിലിന് തോന്നിയിരുന്നു. അന്നുമുതൽ തന്നെ സ്വപ്നിലിന് ഞങ്ങളുടെ ഈ ജന്മത്തിലെ പ്രണയത്തിന്റെ അനുഭവം ലഭിച്ചിരുന്നു. അവൻ എന്നോട് ഏകപക്ഷീയമായ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രണയ പാരമ്പര്യം നിലനിർത്തുന്ന വിധാതാവ് എന്റെ അമേരിക്കൻ യാത്രയ്ക്ക് വഴിയൊരുക്കി. ഞാൻ സ്വപ്നിലിനെ കണ്ടു. എന്റെ തീരുമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവനെ സ്വീകരിക്കാൻ ഞാൻ വെമ്പൽ കൊണ്ടു. സ്വപ്നിലിന്റെ സ്പർശനങ്ങളിലൂടെ അവനോടുള്ള പ്രണയാനുഭൂതി എന്റെ ആത്മാവിലേക്ക് എത്താൻ തുടങ്ങി. അപ്പോൾ മുമ്പ് അസാധ്യമെന്ന് കരുതിയത് ഇപ്പോൾ സാധ്യമായിരിക്കുന്നു. സ്വപ്നിലിന്റെയും എന്റെയും ഈ ജന്മത്തിലെ സംഗമം പൂർണ്ണമാകാൻ സ്വപ്നിൽ മനുഷ്യനിർമ്മിതമായ രാജ്യങ്ങളുടെ അതിർത്തികൾ കടന്ന് 7 കടലുകൾ താണ്ടി ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ആത്മീയ പ്രണയത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യവും ലഭിക്കുന്ന സമയം അടുത്തിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ശരീരങ്ങൾ എപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആത്മാവ് ഒരു ജീവനുള്ള ശരീരം എന്ന പോലെ ഒന്നാകാൻ കഴിയും. ഈ ചിന്ത വന്നതോടെ മനസ്സിനൊപ്പം ശരീരവും സ്വപ്നിലിനെ കാണാൻ കൊതിച്ചു തുടങ്ങി. വാണി, ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു ഉറങ്ങാൻ ശ്രമിച്ചു. അടുത്ത ദിവസം എന്റെ സ്കൂളിന് അവധിയാണ്. രാവിലെ മുതൽ ഞാൻ സാവധാനം ദൈനംദിന കാര്യങ്ങളും പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയാണ്. പപ്പയ്ക്ക് എന്നെ നന്നായി അറിയാം. അദ്ദേഹം ചായക്കൊപ്പം സാൻഡ്വിച്ച് ഉണ്ടാക്കി എന്നെ വിളിച്ചു. ഞാൻ അവിടെ എത്തിയപ്പോൾ ചായയുടെ ആവിയും ചൂടുള്ള സാൻഡ്വിച്ചിലെ വെണ്ണയുടെ ഗന്ധവും എന്നെ കൊതിപ്പിച്ചു. ഞാൻ സാൻഡ്വിച്ച് എടുത്ത് കസേരയിലിരുന്നു ചായക്കപ്പ് കയ്യിലെടുത്തു. സാൻഡ്വിച്ച് കഴിച്ചും ചായ കുടിച്ചും ഇരിക്കുമ്പോൾ എന്റെ നോട്ടം പപ്പയിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഒരു കൈയിൽ കപ്പും മറുകൈയിൽ മാം അയച്ച വിവാഹ ക്ഷണക്കത്തുമുണ്ട്. അദ്ദേഹം അത് ശ്രദ്ധയോടെ നോക്കുകയാണ്. വാണി, നീ ഒന്നും വിചാരിക്കരുത്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, പപ്പ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ പറയൂ, എനിക്ക് വിഷമം തോന്നില്ല. കാർഡിൽ അത്ര മോശമായി എന്തുണ്ടാകാനാണെന്ന് ഞാൻ ചിന്തിച്ചു. യഥാർത്ഥത്തിൽ വിവാഹത്തിലെ ഇത്തരം ആഡംബരങ്ങൾ വെറും ധൂർത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബോക്സിന് തന്നെ ഏകദേശം 2500 രൂപ വില വരുമെന്ന് നിനക്കറിയാമോ? ബോക്സിലെ ഉണക്കമുന്തിരിയുടെയും മറ്റും വില കണക്കാക്കി അദ്ദേഹം പറഞ്ഞു. പപ്പ, എനിക്കറിയാം. ഒരു ഇൻവിറ്റേഷൻ ബോക്സിന് 2400 രൂപയാണ്. എനിക്കും ഇത് ധൂർത്താണെന്ന് തോന്നിയിട്ടുണ്ട്. മാം ഇത് എന്റെ മുന്നിൽ വെച്ചാണ് തീരുമാനിച്ചത്.
അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നതാണ്. ഞാൻ പപ്പയോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെപ്പോലെ തന്നെ മിതവ്യയത്തിൽ വിശ്വസിക്കുന്നവളാണ്. ധനികരുടെ ഇത്തരം ആഡംബരങ്ങളെ അനുകരിക്കുന്നതിനിടയിൽ പാവപ്പെട്ട ഇടത്തരക്കാരനായ പിതാവ് തകർന്നുപോകുന്നു. തന്റെ മക്കളുടെ വിവാഹത്തിന് തന്റെ കഴിവിനേക്കാൾ അധികം ചിലവാക്കി ഭാവിയിൽ അദ്ദേഹം കഷ്ടപ്പാടുകൾ ക്ഷണിച്ചുവരുത്തുന്നു. പപ്പ മറ്റുള്ളവരിലൂടെ സ്വന്തം അവസ്ഥ പറയുകയായിരിക്കാം. പപ്പ, ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ധനികരുടെ ഇത്തരം ആഡംബരങ്ങൾ കാരണമാണ് മറ്റുള്ളവരുടെ പലതരം ബിസിനസ്സുകൾ നടന്നുപോകുന്നത്. മാമിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അതായത് നിന്റെ വിവാഹത്തിന് ഇത്തരം ആഡംബരങ്ങൾ വേണമെന്ന് നീയും ആഗ്രഹിക്കുന്നു എന്നാണോ? പപ്പ സംശയത്തോടെ ചോദിച്ചു. അല്ല പപ്പ, കാര്യം അതല്ല. എങ്കിലും എന്റെ വിവാഹത്തിന് പയ്യന്റെ വീട്ടുകാർ ചെയ്യുന്ന ആഡംബരങ്ങളെ എനിക്ക് തടയാനാവില്ല. അവർക്ക് വിരുദ്ധമായി സംസാരിച്ച് പ്രശ്നങ്ങളുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മ പറയുമായിരുന്നു, നമ്മൾ പ്രശ്നങ്ങളല്ല പരിഹാരങ്ങളാണ് നൽകേണ്ടത് എന്ന്. പരേതയായ അമ്മയെ ഓർത്ത് ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കി. ഞാനും അതുപോലെ ചിന്തിച്ച് ഈ ധൂർത്തിനെ അംഗീകരിക്കണം. ഈ വിവാഹത്തിലെ വിവിധ ചടങ്ങുകളിൽ ഒരു സാക്ഷിയായി മാത്രം ഞാൻ ഇരിക്കണം. പപ്പയും അമ്മയെ ഓർത്ത് വികാരാധീനനായി. അദ്ദേഹം തന്റെ നനഞ്ഞ കണ്ണുകൾ കൈകൊണ്ട് തുടച്ചു. ഇന്ന് അമ്മയും ചേട്ടനും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് ഞാൻ വിവാഹം കഴിക്കുന്നത് കണ്ട് അവർ എത്ര അഭിമാനിക്കുമായിരുന്നു. ഞാനും അവരെ ഓർത്ത് വികാരാധീനയായി. സംസാരം എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു? രണ്ടുപേരും ശാന്തരായി ഭക്ഷണം കഴിച്ചു തീർത്തു. സ്വപ്നിൽ തന്റെ മമ്മിയോടും പപ്പയോടും കൂടി മാമിന്റെ വീട്ടിലെത്തി. രാശിയിൽ പരാതി നേരെ ജലന്ധറിലെത്തി. എനിക്ക് സ്വപ്നിലിന്റെ കോൾ വന്നു. വാണി, ബാബിയുടെ വീട്ടുകാർ തങ്ങളുടെ മകളുടെയും മരുമകന്റെയും കൊച്ചുമകളുടെയും ആദ്യ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട്. ബാബി നമ്മളോട് എല്ലാവരോടും നിർബന്ധമായും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വപ്നിൽ പറഞ്ഞു. ജെമിനായിയുടെ നിരൂപണവും അവതരണ നിർദ്ദേശങ്ങളും. പ്രിയ ശ്രോതാക്കളെ, എപ്പിസോഡ് 68 പ്രണയത്തിന്റെ വിവിധ ഭാവങ്ങളെയും കുടുംബമൂല്യങ്ങളെയും കുറിച്ചാണ്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. എപ്പിസോഡ് 68 അവസാനിച്ചു.